ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. LDF 14-ാം ഡിവിഷൻ കുമരനെല്ലൂർ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. കുമരനെല്ലൂർ റേഞ്ചിലോടി വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ ചീരൻ റോഡിന്റെ സ്ഥലത്ത് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയുള്ള 4 ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിന്റെ ഇടയിൽ നമുക്ക് 360 പേർക്ക്, എങ്ങനെയുള്ളവർക്ക് 50 കൊല്ലവും 45 കൊല്ലമൊക്കെ ആയിട്ട് പട്ടയം കിട്ടേണ്ടവർക്ക്. അതല്ലാതെ പിന്നെ ലാൻഡ് ട്രിബ്യൂണലും അതുപോലെ തന്നെ ദേവസ്വം പട്ടയങ്ങളൊക്കെ കൂടി 3000 ശിഷ്ടം പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു തുടർ ഭരണം എന്ന് പറയുന്നത് ഇതെല്ലാം തുടർച്ചയോടുകൂടി അവസാനിപ്പിക്കാനാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ റോഡ് കട്ട വിരിച്ചു, പിന്നെ നമുക്കൊരു പാലം വേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ PWD റോഡിന്റെ കാന അവിടെ അവശേഷിച്ചിരുന്നു. മിക്കവാറും നമ്മുടെ ഡിവിഷൻ അതിർത്തിക്കകത്ത് മനോഹരമായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും കാനയും അതുപോലെ തന്നെ അതിന്റെ സൈഡ് കെട്ടൊക്കെ ആയി. 75 ലക്ഷം രൂപയാണ് അതിന് PWDയുടെ തുക MLA എന്ന രീതിയിൽ ഇടപെട്ട് നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഈ ഡിവിഷന്റെ അജിയുടെ പൊതുവായ വികസന പട്ടികയിൽ വന്ന് കാണണമെന്നില്ല, ചേർത്തുണ്ടോ? അപ്പൊ അതുകൂടി ചേർക്കേണ്ടതാണ്. സംഭവം അതിന്റെ ഭാഗമായിട്ട് 1-ാം കല്ലിന്റെ അവിടെയും പിന്നെ നമ്മൾ CPM നേതാവ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം PN അനിൽകുമാർ, സ്ഥാനാർത്ഥി ബെനില ശിവൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PC അജയ് മോഹൻ, KM മുഹമ്മദ് അലി, CPM ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി EK ശിവൻ, B വേലായുധൻ, ജോർജ് മാസ്റ്റർ, PK രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.